നമ്മളിത് എങ്ങോട്ടാന്നല്ലേ ഇവിടെ തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ അവരുടെ കൂടെയാണ് കേട്ടോ. തൊഴിലുറപ്പുകാരുടെ കൂടെയാണ്. ചേച്ചീൻ്റെ വീട്ടിലാണ് പണിയെടുക്കണം. നമുക്കിന് തൊഴിലുറപ്പെടുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ അവരോട് കാണാം കേട്ടോ. ഇതാ അന്നേരം ഞങ്ങളിതാ തൊഴിലുറപ്പ് നമ്മളെ വീടിൻ്റെ വെയിലിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ. നമ്മളെ വീടാണ് അപ്പുറത്തെ വെയിലിൻ്റെ അപ്പുറം കാണുന്നത്, ഇപ്പുറത്താണിത്. അന്നേരം ഇത് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളെ വീടാണ് കേട്ടോ. അവരുടെ സ്ഥലമാണിത്. ഇത് നമുക്ക് സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളവിടെ എടുക്കാത്തത്. അന്നേരം ഇതിപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ. മൂത്തമ്മ ഇത് അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ. നമ്മളിവിടുത്തെ അമ്മയില്ലേ, ശ്യാമേട്ടൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ്. അവിടെ സാരി ഉടുത്ത് നിൽക്കണം, കൈക്കോട്ട് പിടിച്ച് നിൽക്കണം കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് പ്രായമുണ്ട് കേട്ടോ. ഷുഗർ, പ്രഷർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരൊക്കെ വീട്ടിൽ കുട്ടികളും ഭർത്താക്കന്മാരൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്നാലും ഇവിടെ വന്ന് ഈ പണി ഇങ്ങനെ എടുത്തിട്ട് വേണം ഇവർക്ക് വീട്ടിൽ പോയാലും പണിയെടുക്കണം. രാവിലെ വരുമ്പോൾ എല്ലാം പണിയെടുത്ത് ചോറും കറിയൊക്കെ ആക്കിയിട്ടാണ് ഈ വരുന്നത്. ഞാനും ഈ പണിക്ക് പോയതുകൊണ്ട് നമ്മൾ വീട്ടിലെ പണി ഇതെല്ലാം കൂടെ എങ്ങനെ പോകാമെന്നുള്ള ശരിക്കും എനിക്കും അറിയാം കേട്ടോ. അത് നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ പറയില്ലേ, തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ തൊഴിലിരിപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ കളിയാക്കി കുറേ പാരഡിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പുകാരെ കളിയാക്കിയിട്ട്. അത് തുച്ഛമായ കൂലിയിലാണ് കേട്ടോ, ചെറിയ പൈസ കൂലിയിലാണ് ഈ പണിയെടുക്കുന്നത്. 100 പണിയെടുത്താലങ്ങാണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് 1000 രൂപ എന്തോ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. 100 പണി തികയ്ക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ്. ഇപ്പോൾ പറമ്പ് ചെത്തിക്കോരൽ ബണ്ട് പിടിപ്പിക്കൽ പണിയാണ് കേട്ടോ. അങ്ങനെ പുഴപ്പണി, തോട് പണി, അങ്ങനെ ഒരുപാട് പണികൾ വരുന്നുണ്ട്. നല്ല മീറ്റർ കണക്കിന് അളന്ന് കൊടുത്ത് അത് വീശുക, അങ്ങനെ അത്യാവശ്യം നല്ല റിസ്ക് പിടിച്ച പണികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇവർ പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പണിയെടുക്കുകയെ. ഇവർക്കെല്ലാവരും ചെറുപ്പക്കാരൊന്നല്ല, എല്ലാവരും മക്കളുള്ള ആൾക്കാരാണ്, നല്ല പ്രായമുള്ള ആൾക്കാരാണ്. എന്നാലും അവർക്ക് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെയോ മക്കളെയോ കയ്യിൻ്റെ മുന്നിൽ നീട്ടേണ്ടി വരുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഈ തൊഴിലുറപ്പ് കാരണം നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്. അതായത് ഇത് കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ പണീനെ, വെറുതെ ഇരുന്ന് പൈസ മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വെറുതെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഞാൻ അതിന് തെറ്റായിട്ട് തന്നെ പറയുള്ളൂ. കാരണം ഞങ്ങളുടെ നാട്ടിലെ തൊഴിലുറപ്പ് പണി എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞാനിതിന് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കടുപ്പവും എനിക്കറിയാം കേട്ടോ. എല്ലാ നാട്ടിലും എങ്ങനെയാണെന്നൊന്നും എനിക്കും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നല്ല കടുപ്പാണ്. ഇവിടെ മൂത്തമ്മ ഒരു പാട്ടെല്ലാം പാടുന്നുണ്ട്, അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കേൾക്കിട്ടാ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയും നഞ്ചീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയും നഞ്ചീവമേഘം. കഴിഞ്ഞു. പിന്നെ ഈ പൂവ് അവിടെ വെയിലിമൽ നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവർ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് കുട്ടികൾ. മറ്റേ ഇതിനെ നമ്മൾ ശവം മണക്കുന്ന പോലുള്ളൊരു മണമാണ് കേട്ടോ. അന്നേരം അങ്ങനത്തെ ഒരു പേരാ പറയുക. പണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ സൂര്യകാന്തിൻ്റെ പൂവിൻ്റെ ഉള്ളു പോലെ ഉണ്ടാവും. അതിനിങ്ങനെ തെരുവപ്പുല്ലിൻ്റെ ഇതുണ്ട്, വടിയുണ്ട്, അതിൽ കുത്തിയിട്ട് വണ്ടി ഓടിച്ച് കളിക്കും കേട്ടോ. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ. അതിപ്പോൾ അത് മണക്കുന്നുണ്ട്. അന്നേരം പൊന്നൂസിനോട് പറക്കേണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം അവർ പണിയെല്ലാം നിർത്തിപ്പോയതിന് ശേഷം ഞാൻ പോയി എടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെത്തി കോരി വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല കാടും പുല്ലൊക്കെ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.